ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പർച്ചേസാണ്, ചെറിയൊരു പർച്ചേസാണ്. പെരുന്നാളിന് 2-3 ദിവസം മുമ്പേ, അതായത് ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയത്. അപ്പോൾ പോകുന്ന സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് പോകുമ്പോൾ തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. റിട്ടേൺ വരുമ്പോൾ ഏകദേശം 10 മണിയായി. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഞാൻ പുറത്തോട്ടേക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് സെറ്റിലായിട്ടോ. പക്ഷേ 10 മണിയൊക്കെ ആയില്ലേ, ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക, കാർമേഘം പിടിച്ചതുകൊണ്ട് നല്ല ഒരു ഇരുട്ട് മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു രാത്രിയിലും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. പിന്നെ 10 മണി ആയില്ലോ ഓൾറെഡി. അപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഇനിയും ലേറ്റ്. അപ്പോൾ കുട്ടികളെ ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് വരുമ്പോൾ പാർസലും കൂടെ വാങ്ങിയിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ വന്ന പാടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ്. അതിന് ശേഷമാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയതൊക്കെ. അപ്പോൾ കുളിച്ച് മാറിയപ്പോൾ തന്നെ അവർ ഉറക്കമൊക്കെ തെളിഞ്ഞിട്ട് നല്ല ഫ്രഷായി. പിന്നെ ഇതാണ് കേട്ടോ ഡ്രസ്സ്. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് അഭിപ്രായം പറയാം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ പുതിയ ഡ്രസ്സ് കിട്ടിയപ്പാടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. അങ്ങനെ അവർ ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്ത്. അൽഹംദുലില്ലാ എനിക്ക് 3 പേരുടെ ഡ്രസ്സും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പെരുന്നാളിൻ്റെ തലേന്ന്, അതായത് വൈകുന്നേരം തൊട്ട്. അത് നോമ്പായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വൈകുന്നേരം തൊട്ട്, വൈകുന്നേരം വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വൈകുന്നേരം ആയപ്പോഴാണ് പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിക്കൻ ഷോപ്പുണ്ട്. വീട്ടിന് മുട്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിക്കന് വലിയ പഞ്ഞൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ 2 ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 എന്ന് പറഞ്ഞാൽ 2 കിലോൻ്റെ 2 ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഒന്ന് പെരുന്നാളിന് ഫ്രൈ ആക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ ആക്കിയത്, ഒരു ടിക്ക പോലെയാണ് ചെയ്തെടുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ബാർബിക്യൂ സോസും കൂടെ ആഡ് ചെയ്തപ്പോൾ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയി. ലൈക്ക് മലായി ടിക്ക ആ ഒരു കാറ്റഗറിയിൽ വരൂലേ, അതിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോർമൽ മാരിനേഷൻ തന്നെയാണ് അതിനായിട്ട് ഞാൻ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാർബിക്യൂ സോസ്, കേർഡ്, പാല്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സിനമൺ സ്റ്റിക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇത്രയും കൂടെ, പിന്നെ ഉപ്പ്, വിനീഗർ ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് മാരിനേഷൻ ഞാൻ ചെയ്തത് മട്ടൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൺ മന്തി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ മാരിനേഷൻ ചെയ്താണ്. നോർമൽ മന്തി നമ്മളെങ്ങനെയാണ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത്. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ പെരുന്നാളിനും അങ്ങനെ 2 പെരുന്നാളിനും പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാലും വീട്ടിന് മൊത്തം ലൈറ്റ് ഇടും. അതായത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ മൊത്തമായിട്ട് ലൈറ്റ് ഇടും. അത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ മൊത്തം ലൈറ്റ് ഇട്ടെങ്കിൽ കറണ്ട് ബില്ല് വരുന്ന വഴി കാണൂല. അപ്പം ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് വൈകുന്നേരമാണ് കിച്ചണിലേക്കുള്ള പണികളൊക്കെ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അന്നത്തെ രാവിലെ മൊത്തം വീട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ നെയ്പ്പത്തിൽ ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഗ്രേവി, അങ്ങനെ നമ്മൾ ഏഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതാണ്. കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ അത് വെച്ച് നോമ്പ് തുറന്നിട്ട് പിന്നെ നെയ്പ്പത്തിലും ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ അന്നത്തെ ഡിന്നറായിട്ട് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലെ പണികളൊക്കെ ഒതുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കാരമലൈസ് ചെയ്തതാണ് കേട്ടോ ഷുഗർ. അതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ആൽമണ്ടും കാഷ്യൂ മാത്രം. അത് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ഒരു പ്ലേറ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ക്രിസ്റ്റലൈസ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ഗ്രൈൻഡറിൻ്റെ ആ ഒരു കല്ലില്ലേ, ആ ഒരു സംഭവത്തോട് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് മിൽക്ക് പൗഡറും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ബട്ടറും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് മോൾഡിലേക്ക് ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇടുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്തത്. എന്താണാവോ വായിൽ വർത്താനം വരുന്നേ ഇല്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്തത്. ഇനിയിപ്പം വൈറ്റ് ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, ഞാൻ ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് അല്ല, മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് കൊക്കോ പൗഡറും ബട്ടറും കുറച്ച് പാലും ആഡ് ചെയ്തിട്ട് നമ്മളിപ്പം എന്താ പറയല്ലേ,
ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിപ്പോൾ മെൽറ്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് ഞാൻ റോസ്റ്റഡ് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് റേസിൻസും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ആദ്യം നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ മിക്സ്ചർ മോൾഡിലേക്ക് ഒഴിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് റേസിൻസും നട്ട്സിൻ്റെ റോസ്റ്റ് ചെയ്ത നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചോക്ലേറ്റ് സെറ്റാക്കി എടുക്കുന്നു കേട്ടോ. അപ്പം 2 ടൈപ്പ് ചോക്ലേറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മിൽക്ക് ചോക്ലേറ്റും. പെരുന്നാളിന് ഞാൻ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നാമത് മഴയാണ്, പിന്നെ കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആക്കുന്നത് ഒരു ബർക്കത്ത് തന്നെയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് മിൽക്ക് കേക്കാണ്. ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. അതായത് അത് 500 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ 2 പാക്കറ്റ് പാല് വേണം കേട്ടോ. ഗുഡ് ലൈഫിൻ്റെ അത് 1 ലിറ്ററിൻ്റെ പാലാണ്. അങ്ങനെ 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്കും 500 ഗ്രാംസ് ഓഫ് മിൽക്ക് പൗഡറും. അപ്പോൾ ഈ മിൽക്ക് നന്നായിട്ട് തിളച്ചിട്ട് വറ്റി വരണം. ആ ഒരു കുറേയൊന്നും വറ്റണ്ട കേട്ടോ, എന്നാലും ഒരു ഏകദേശം വറ്റണം. ആ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സൈഡിലുള്ള സംഭവം ബ്രൗൺ ആവും. അതുകൊണ്ടാണ്. പിന്നെ ഈ തുടരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പാല് തിളച്ച് വരൂലേ, അപ്പം നമ്മൾ സിമ്മിലാക്കി ഇടുക. പിന്നെ നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. സ്റ്റിൽ കിച്ചണിൽ തന്നെ ഉണ്ടാവുക കേട്ടോ. പൊതുവേ പാൽപ്പൊടി പഞ്ചസാരൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ മിൽക്ക് പൗഡർ എടുത്ത അതേ ബൗളിലാണ് എടുത്തിട്ടുള്ളത്. എത്രയാണോ എടുത്തത് അതിൻ്റെ 1/4 മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ഐവറി കളറിലേക്കായിട്ട് മാറും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഗീ പരട്ടി കൊടുക്കുക. സൈഡിൽ താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മേലെയും ഗീ. അപ്പോൾ നമ്മുടെ ഈ പാലും മിൽക്ക് പൗഡറും വെച്ചിട്ടുള്ള ഈ മിക്സ് അത് ലൈറ്റായിട്ട് ചൂടുണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിലില്ലേ, ഏത് സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമിന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഗീ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ സ്വീറ്റ്സിനില്ലേ ഗീൻ്റെ ആ ഒരു മണം വേറെ മുന്നിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വരഞ്ഞെടുക്കുക. അപ്പോൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു 340 രൂപയോളം ചിലവിട്ടാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മിൽക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പം എന്താ ഏകദേശം എനിക്കത് 2 ബോക്സസ്. അപ്പോൾ നമ്മൾ 600 രൂപ ഒക്കെ കൊടുത്താൽ ഈ മിൽക്ക് കേക്കിൻ്റെ ഒറ്റൊരു ബോക്സേ കിട്ടുള്ളൂ. അത് ഒരു ബോക്സ് വരുന്നത് 1 kg ആണ്. അപ്പോൾ ഇത് നമുക്ക് 2 kg കിട്ടിയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ടാബ്ലറ്റ് ആഡ് ചെയ്യും കേട്ടോ. ഈ മിൽക്ക് കേക്കിന് ഒരു ബ്രൗണിഷ് കളർ വരാൻ വേണ്ടി ഒരു ടാബ്ലറ്റ്. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആലിയ ഭട്ടിൻ്റെ ലെറ്റോ കഫേൻ്റെ മിൽക്ക് കേക്കാണ്. അതിനായിട്ട് നമ്മൾ പിസ്തൻ്റെ ബേസ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിസ്താഷ്യോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പഞ്ച് റെഡിയാക്കി എടുത്തതാണ്. പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ പാല്, ഫ്രഷ് ക്രീം, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ്, ഇവോപ്പറേറ്റഡ് മിൽക്കും ആവാം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. നമ്മൾ ഇവോപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭമാണ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഒരു മിക്സ് നമ്മുടെ ഈ സ്പഞ്ചിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പഞ്ച് ഫോക്കോട് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. വെള്ളം ഇറങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈം എടുക്കും പാലിറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പാൽ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ആ സ്പഞ്ചിൻ്റെ ഇടയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് സോക്കായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെ പെരുന്നാളിൻ്റെ രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് ആണിത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ മിൽക്ക് കേക്ക് പുറത്തെടുക്കുക. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. സ്വീറ്റൻഡ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം. ഇനിയിപ്പോൾ ഇത് വരഞ്ഞു വെക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ബദം സോക്ക് ചെയ്ത് ഹാഫ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അടിപൊളി ടേസ്റ്റ് ആണ് മിൽക്ക് കേക്ക്. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ജ്യൂസ് പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഞാനും അതുപോലെ തന്നെയാണ് ചെയ്യല്. പക്ഷെ ഞാൻ അതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് ചെറുപയർ പരിപ്പും പീസ് വെല്ലം ആണ്. അപ്പോൾ കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ടാണ്
ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ പാല്, മിൽക്ക് മെയ്ഡ്, ഏലക്കപ്പൊടി, റോസ്റ്റഡ് നട്ട്സ്, നെയ്യ്, ഇതൊക്കെയാണ് എല്ലാവരും ആഡ് ചെയ്യുന്ന പോലെ. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ വെല്ലവും ചെറുപയർ പരിപ്പുമാണ്. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ക്യൂബിൻ്റെ ഹാഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെല്ലം. ചെറുപയർ പരിപ്പ് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടാണ്, അതും വേറെ തന്നെ വേവിക്കുക, എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ദയാ പള്ളിക്ക് പോകാൻ റെഡി ആവില്ല. ഇനിയിപ്പോൾ മക്കളെ കുളിപ്പിക്കലും പള്ളിയിലേക്ക് വിടലും ഒക്കെയാണ്. പിന്നെ ദയ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പള്ളിയിൽ. അവൻ അങ്ങനെ റെഡി ആയിട്ട് പള്ളിക്ക് പോയതാണ്. ഇനിയിപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കും. ഇനിയിപ്പോൾ ഫ്രണ്ട് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ടേബിളിൽ ചോക്ലേറ്റ്സും സ്വീറ്റ്സും പായസവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ദയ പള്ളിയിൽ നിന്നൊക്കെ വന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചു. ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഞാൻ പൊതുവെ അവർക്ക് ഇട്ട് കൊടുക്കൽ ഫസ്റ്റ് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റായിട്ട് നമ്മുടെ മന്തിൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാം. ബാസ്മതിൻ്റെ ലോങ് റൈസ് നമ്മൾ അത് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലെമണും പിന്നെ മറ്റ് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. മന്തിൻ്റെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ മന്തിൻ്റെ ഈ ഒരു മട്ടൺ ഓൾറെഡി വേവിച്ചതാണ്, അതിലേക്ക് ഞാൻ മട്ടൺ ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അറ്റ് ലാസ്റ്റ് സെറ്റ് ചെയ്യുക. സ്മോക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് മലായി ടിക്ക പോലത്തെ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ 1-2 ടേബിൾ സ്പൂണോളം ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ അതിലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ മേലെ ഇരുമ്പ് തവേൻ്റെ മേലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടിക്കേൻ്റെ ടേസ്റ്റ് ആണ്. നമ്മുടെ അറബിക് ചട്നി, അത് എല്ലാവർക്കും അറിയാം. ഉള്ളി, ടൊമാറ്റോ, ഗാർലിക്, പച്ചമുളക്, പുതിന, മല്ലിയില അല്ലേ, ഇത്രയൊക്കെ അല്ലേ നമ്മൾ ആഡ് ചെയ്യല്ലേ. പിന്നെ ഉപ്പും അല്ല. നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് ക്യൂക്കമ്പറാണ്. ഇതിൻ്റെ ടേസ്റ്റും മറ്റ് ചട്നീനേക്കാളും അടിപൊളിയാണ്. ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലാണ്. ഇല്ലെങ്കിൽ ഹജ്ജ് പെരുന്നാളിന്, വലിയ പെരുന്നാളിന് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് നെയ്ബേഴ്സ് മാത്രമേ വരലുള്ളൂ. ഇപ്രാവശ്യം കുറച്ചധികം പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ലോഹർ ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ അവരും കുറച്ച് നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പെരുന്നാളല്ലേ, ഞാൻ കഴിക്കാത്ത എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊടുത്തതാണ്. അവന് മന്തിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ബിരിയാണീനേക്കാളും. എന്നിട്ട് അവന് കഴിക്കാത്തപ്പോൾ എനിക്കൊരു ടെൻഷനായി. അവനക്ക് മയനൈസും പിന്നെ അറബിക് ചട്നിയൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവനെന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്നിട്ട് എനിക്കിങ്ങനെ ടെൻഷനായി. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നീ ഒന്ന് ഉറങ്ങി എണീക്കെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ദാനി മിൽക്ക് കേക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ ഇങ്ങനെ കഴിച്ചു നോക്ക്, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദയ ഉറങ്ങി എണീറ്റപ്പോൾ നല്ല പനിയായിരുന്നു. അങ്ങനെ ഞാൻ പനീൻ്റെ മരുന്നൊക്കെ കൊടുത്തു. എന്നാലും പെരുന്നാളിൻ്റെ ആ ദിവസം അങ്ങനെ പനിയൊക്കെ വന്നപ്പോൾ പിന്നെ ഛർദ്ദിക്കാൻ തോന്നുന്ന പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പെരുന്നാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂടി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ പെരുന്നാൾ വിശേഷം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.